ഗർഭപാത്രം നീക്കം ചെയ്യാൻ വേണ്ടി ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഡോക്ടറെ വീട്ടിൽ ചെന്ന് കണ്ട് പണം കൊടുത്തതിന് ശേഷമാണ് ശസ്ത്രക്രിയ ചെയ്തതെന്നാണ് ഉഷ പറഞ്ഞത്. കൈക്കൂലി കൊടുക്കാതെ ചികിത്സ നടക്കുന്നില്ല. ആ ചികിത്സ നടന്നപ്പോൾ 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു ശസ്ത്രക്രിയ ഉപകരണം കൂടി സൗജന്യമായി വയറിനകത്ത് വെച്ച് തുന്നി കെട്ടിവിട്ടു. സ്റ്റിച്ച് എടുക്കാൻ ചെന്നപ്പോൾ വേദനയുണ്ട്. അതിനുശേഷം ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സ തേടുന്നു. മറ്റ് സർക്കാർ ആശുപത്രികളിലും പലയിടത്തും പോകുന്നു. ഒരിടത്ത് പോലും എന്താണ് സംഭവിച്ചതെന്നൊരു പരിശോധന നടത്താൻ പോലും തയ്യാറായില്ല. അതിനുശേഷം ഏറ്റവും അവസാനം ഒരു വിരമിച്ച ഡോക്ടറെ കണ്ടപ്പോൾ എക്സ്റേ എടുക്കാൻ പറയുന്നു. എക്സ്റേ എടുത്തപ്പോൾ ഇത് കണ്ടെത്തി. നേരെ ഈ ശസ്ത്രക്രിയ നടത്തിയ ഹോസ്പിറ്റലിലേക്ക് തന്നെ ചെല്ലുന്നു, വണ്ടാനത്തേക്ക് തന്നെ. ഡോക്ടർമാർ വട്ടം കൂടി രഹസ്യമായി അത് ഒത്തുതീർക്കാൻ ശ്രമിക്കുന്നു. ഇനി അങ്ങനെ ഒത്തുതീർക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് ചെന്നതിൻ്റെ ദിവസങ്ങൾക്ക് ശേഷം 23-ാം തീയതി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വീണ്ടും മടങ്ങി വരാൻ പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ്. അപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ അവർ 5 വർഷം ജീവിച്ചു എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതാണ് നമ്മുടെ സിസ്റ്റം അല്ലേ. നമ്മളിപ്പോൾ നികുതിപ്പണടുത്തും കണ്ടാണ് ഈ ഡോക്ടർമാർക്ക് ശമ്പളമായാലോ മറ്റ് ആനുകൂല്യങ്ങളായാലും എല്ലാം കൊടുക്കുന്നത്. എന്നിട്ട് വലിയ ആശുപത്രിയിലേക്ക് നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ വർത്താനുണ്ട്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്ട് ഞാൻ വീട്ടിലും നോക്കലുണ്ട്. എന്നിട്ട് ആടെ ചെല്ലുമ്പോഴോ ഒരു 5,000 രൂപ തരികയാണ്ട് ഒരു 16,000 രൂപ തരി, എന്നാൽ നമുക്ക് സർജറി ചെയ്താളാ, മേജർ ഒരു ചികിത്സ ഉണ്ട്, അത് നമ്മൾ ആശുപത്രിയിൽ ശരിയാക്കി തരാം. കൈക്കൂലിയാണ് ഇവർ വാങ്ങുന്നത്. നമുക്ക് ആശുപത്രിയിലേ ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. മെഡിക്കൽ കോളേജിലൊന്നും പോയല്ല, ഗവൺമെൻറ്റിൻ്റെ നമ്മളെ നികുതി പണം എടുത്ത് കണ്ടല്ല. എന്നിട്ട് ഈ പന്നകൾ കൈക്കൂലി വാങ്ങുക. ഇങ്ങനത്തെ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, ഏതൊരു ഗവൺമെൻറ് ആയാലും സസ്പെൻഡുമെല്ലൊന്നും ഒതുക്കാൻ നിൽക്കരുത്. പൊരേ പോയിക്കോളാൻ പറയണോ? എന്തിനാണ്? ഇത്രയും പൈസ കൊടുക്കാനാണ് നമുക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ പോരെ, ഒരു നല്ലോണം ട്രീറ്റ് ചെയ്തുകൊണ്ട് പൊരേ പോയിക്കോളാൻ പറയും. എന്താണ് അവസ്ഥ? കത്രിക ആയുധം വെച്ച് മറന്ന പോലെ. എന്താണ്? ശരി എന്നാൽ.